Guys, we are back with our project car. Our project 6262 is finally revealed, guys. So, നമ്മൾ ഈ വണ്ടിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഷോർട്സ് ആയിട്ട് പല വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഒരു ആഗ്രഹത്തിന് പറഞ്ഞൊരു വ്ളോഗ് തുടങ്ങുകയാണ് ഗൈസ്. സോ എന്തിനാവുന്നു ഏതാവുന്നു ഒരു പിടുത്തമില്ല. സോ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ പല വണ്ടികളുടെ വർക്കും കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊണ്ടുവരുന്നതായിരിക്കും. നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും പല ഗീവ് അവേസും കാര്യങ്ങളെല്ലാം അഫോർഡബിൾ ആയിട്ടുള്ള വണ്ടി ഇങ്ങനെ പണിയെന്നുള്ള കാര്യങ്ങളായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. സോ കീപ് സപ്പോർട്ടിങ് ഗൈസ്. ഒരു വളർന്നു വരുന്നൊരു ബാബ്സോ അരുൺ സ്മോക്കിയോ ആരെങ്കിലുമൊക്കെ ആയി മാറാം ഗൈസ്. സോ കീപ് സപ്പോർട്ടിങ്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ വർക്കിലേക്ക് കിടക്കാം. സോ ഇത് നമ്മൾ 2010 മോഡൽ ഇന്നോവ ആയിരുന്നു. സോ നമ്മൾ ഫുള്ളി ടൈപ്പ് 4ലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഗൈസ് നമ്മൾ ഫ്രണ്ടിൽ ചെയ്തേക്കുന്ന വർക്ക് എന്ന് പറയുമ്പം നമ്മൾ ടൈപ്പ് 4 ഫുള്ള് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ്ലൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ വലിയ മാറ്റങ്ങളൊന്നും വരുത്തില്ല. നമ്മളൊരു ഫാമിലി യൂസ് കാറാണ്. സോ അങ്കിളും കാര്യങ്ങളെല്ലാം എല്ലാവരും ഫാമിലി യൂസ് ആയിട്ടുള്ള കാറാണ്. സോ അത് നമ്മൾ ഈ ഒരു ബോഡി കളർ മാച്ച് ചെയ്യുന്ന രീതിയിൽ ഗ്രില്ലും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡീക്രോം ചെയ്തില്ല. അതുവരെ ഡീക്രോമിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഉദ്ദേശിച്ചാണ്, പിന്നെ ചെയ്തില്ല. പിന്നെ ഫ്രണ്ടിലും വണ്ടി ഫുള്ളൊരു 360 ക്യാമറ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ക്യാമറ ഉണ്ട്, സൈഡ് 2 മിറേഴ്സ് ആൻഡ് ബാക്ക് ക്യാമറ ഉണ്ട്. ഫുൾ 360 ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ മെയിനായിട്ട് വേറെ അപ്ഗ്രേഡും കാര്യങ്ങളൊന്നും ഉണ്ടല്ലോ. പിന്നെ ഒരു 240 വാട്ട്സും ഒരു 300 വാട്ട്സിൻ്റെ 2 LED നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റോക്ക് അലോയ് ഒരു ഹൈപ്പർ സിൽവർ പെയിൻറ്റ് ചെയ്തിട്ട് യോക്കോഹാമയുടെ 4 എർത്ത് ടയർസ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു സൈഡിലൊരു വീൽ ആർച്ച് ക്രോം ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബീഡിങ്സും കാര്യങ്ങളെല്ലാം സിൽവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിയമം അനുസരിച്ചിട്ടുള്ളൊരു ലീഗലായിട്ട് നമ്മൾ കൂളിംഗ് ഫിലിം ഒട്ടിച്ചിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഡോർ ഹാൻഡിലും ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ സൈഡിലൊരു ഇന്നോവ ടൈപ്പ് 4 സ്റ്റോക്കായിട്ട് വരുന്നൊരു സൈഡ് സ്കേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സൈഡ് പ്രൊഫൈലിൽ ഇതൊക്കെയാണ് ചെയ്തേക്കുന്നത്. ഗൈസ് നമ്മുടെ വണ്ടിയുടെ ഇൻറ്റീരിയർ എന്ന് പറയുന്ന നേരത്ത് ഈ ഒരു ഫിനിഷിലാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത്. അത്യാവശ്യം ഒരു ലക്ഷറീസ് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു ജെനുവിൻ ലെതർ കൊണ്ടാണ് നമ്മൾ ഇൻറ്റീരിയർ ഫുള്ള് ചെയ്തേക്കുന്നത്. സ്റ്റിയറിങ്ങിലും റാപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ കസ്റ്റം സീറ്റും സൈഡ് ഡോർ പാഡെല്ലാം റാപ്പ് ചെയ്തിട്ടുണ്ട്. ബാക്കിലോട്ട് എടുത്ത് ബാക്കിൽ പാസഞ്ചർ സീറ്റും കോ പാസഞ്ചർ സീറ്റും എല്ലാം നമ്മൾ ആ ഒരു ജനൽ ലെതർ തന്നെ റാപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ചെയ്തിട്ടുണ്ട്. പിന്നെ ഓഡിയോ ക്വാളിറ്റിക്കായിട്ട് നമ്മൾ 2 ട്യൂട്ടേഴ്സ് ഫ്രണ്ടിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് 2 ഡാഷിലും. പിന്നെ എല്ലാം സ്പീക്കേഴ്സ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് JBLൻ്റെ എല്ലാം ഒറിജിനലായിട്ട്. പിന്നെ ഒരു സബ് വൂഫറും അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ആയിട്ടും ലാഗ് തോന്നിക്കാതിരിക്കാൻ നല്ല ഡ്രൈവ് നല്ല ഇച്ചിരി കംഫർട്ടും കുറച്ചുകൂടെ സ്മൂത്ത് ആക്കാനായിട്ട് നമ്മളൊരു സബ് വൂഫർ ബാക്കിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് നമ്മൾ ആ ഒരു ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. ഫോഗ്ലൈറ്റ് നമ്മൾ മാറ്റിയിട്ടുണ്ട്. സ്റ്റോക്ക് ഫോഗ്ലൈറ്റിനകത്തൊരു 90 വാട്ട്സിൻ്റെ LED ആണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ഐസ് വന്നിട്ട് ഇതാണ് DRL എന്ന് പറയുന്നത്. ഈ ഒരു പാറ്റേണിലാണ് DRLും കാര്യങ്ങളും വരുന്നത്. പിന്നെ ലീഗലായിട്ടുള്ള നമ്പർ പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. ഈ വണ്ടിക്ക് നമ്പർ പ്ലേറ്റിനകത്ത് അത്യാവശ്യം നല്ല ഫൈൻ കിട്ടിയിട്ടുണ്ട്. മുമ്പ് ജെൽ പ്ലേറ്റൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ സൈഡ് പ്രൊഫൈലിൽ ആ ഒരു കാലിപ്പേഴ്സൊക്കെ റെഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ. പിന്നെ സ്റ്റോക്ക് അലയാണ് നമ്മൾ അലോയ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി സ്റ്റോക്ക് അലോയ് തന്നെ കീപ്പ് ചെയ്യണം ഗൈസ്. പിന്നെ ആ ഒരു ബാക്കിലത്തെ ആ ടെയിൽ ലൈറ്റിൻ്റെയും ആ ഒരു ഡിക്കി ഗാർണിഷ് നമ്മൾ ഒരു ആഫ്റ്റർ മാർക്കറ്റ് ഡിക്കി ഗാർണിഷാണ് മേടിച്ചേക്കുന്നത്. പിന്നെ ബാക്കിൽ 360 ക്യാമറയുടെ ഒരു ക്യാമറ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ വരുമ്പോൾ നമ്മളൊരു ഡിഫ്യൂസർ കിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നോർമലി എല്ലാ ഇന്നോവയ്ക്കും സ്റ്റോക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ് TRD കിറ്റിനകത്ത്. പിന്നെ താഴെ ഒരു DRL അതിനോട് വിത്ത് മെട്രിക്സ് ആണ്. പിന്നെ ഇതൊക്കെയാണ് നമ്മൾ ടോട്ടലായിട്ട് ചെയ്തേക്കുന്ന ഒരു ലുക്ക് എന്ന് പറയുന്നത് വണ്ടിയുടെ ബാക്കിൽ. സോ ഗൈസ് ഇതൊക്കെയാണ് നമ്മളെ ഇന്നോവയിൽ നമ്മൾ ചെയ്തേക്കുന്ന വർക്ക് എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഒരു ഇന്നോവയിൽ ലോഡ് ചെയ്യാൻ പറ്റിയ സാധനങ്ങൾ മൊത്തം നമ്മൾ ലോഡ് ചെയ്തിട്ടുണ്ട്. സോ എല്ലാവരും പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഞാൻ പിച്ച് വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. സോ ഒത്തിരി വണ്ടിയുടെ റിവ്യൂസും കാര്യങ്ങളായിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. സോ ഗൈസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക. സോ ഗൈസ് സ്റ്റേ ട്യൂൺഡ്.